എന്റെ കാര്യം സാരമില്ല ചേച്ചി. ഞാനങ്ങനെ അധികം പുറത്തൊന്നും പോവാറില്ലല്ലോ. എന്നാലും പ്രതാപ അത് ചേട്ടാ, അത് പിന്നെ കഴിഞ്ഞ 1-2 മാസമായിട്ട് മില്ലിലെ ബിസിനസ് തീരെ കുറവായിരുന്നു. ഓ, ഓണത്തിന് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ പോലും എവിടെന്നെങ്കിലും മറിക്കേണ്ട ഗതികേടില്ല. അവർക്കെല്ലാവർക്കും ബോണസ് കൊടുക്കണം. അവരതൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. അത് മുടങ്ങാൻ പാടില്ല. എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. കണ്ടില്ലേ, ഓണത്തിന് വീട്ടിലുള്ളവർക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിപ്പോ നിവൃത്തിയില്ല. അച്ഛൻ വിഷമിക്കണ്ട. ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ല. അച്ഛാ, എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? സന്ധ്യയൊന്നും ഇല്ലെങ്കിലും ചോറും 1-2 കറിയും കൂട്ടി അച്ഛനോടൊപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുമല്ലോ. അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. മോനെ, എന്താ സാർ? നിന്നോടൊരു കാര്യം അച്ഛന് പറയാനുണ്ട്. എന്തിനാ അച്ഛൻ മുഖപുര? അച്ഛൻ പറയേ. രാധമ്മയും എന്റെ പൊന്നും കൊടുത്ത മകള് പ്രിയയും ഇതറിയാൻ പാടില്ല. എടാ മോനെ, ഓണമാണ്. വർമ്മ സാറിന്റെയും കുടുംബത്തിന്റെ അവസ്ഥ മോനറിയാലോ. ആരൊക്കെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും നിന്റെ ഭാര്യയാണ് ഋതിക മോള്. അറിയാച്ചാ. ഇവിടെ ഓണാഘോഷിക്കുന്ന പോലെ അവർക്ക് ഓണാഘോഷം ഉണ്ടാവണം. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവര് പോലും അറിയാതെ അവിടുത്തെ കാര്യങ്ങൾ കൂടി മോൻ ചെയ്യണം. എന്റെ മനസ്സിലുണ്ടായിരുന്നു. അച്ഛനെ ഓർമ്മിപ്പിച്ചപ്പോ കുറച്ചും കൂടി ധൈര്യമായി. ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം. അതെ, ഈ പൂവിന്റെ അറേഞ്ച്മെന്റ്സ് പിന്നെ അകത്തെ അറേഞ്ച്മെന്റ്സ് അതെല്ലാം നീ തന്നെ നോക്കിക്കോണം കേട്ടോ. ചെല്ല്. രാവിലെ ഇത് ആരുടെ മെനക്കെടുത്താൻ വേണ്ടി? ഒയ്യോ, MD. ഹലോ സാറാ. സ്വാമി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ചില കാര്യങ്ങൾ പറയും, സ്വാമി അതുപോലെ അങ്ങ് ചെയ്യണം. ശരി. സാറ് പറഞ്ഞോ, അത് ഞാൻ ഇപ്പൊ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. ശരി, ഓക്കെ. മലയാളികൾ എല്ലാവരും ഓണാഘോഷിക്കുന്നു. കേരളത്തിൽ ഒരു വീട്ടിൽ പട്ടിണിയാണെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലെ ആഘോഷത്തിനും സന്തോഷത്തിനും എന്താ അർത്ഥം? മലയാള നാട്ടിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ച ഒരു ചക്രവർത്തി വിരുന്നു വരുന്ന ദിവസാ ഇന്നും നാളെ. ആരെങ്കിലും ഒരാൾ പട്ടിണിയാണെന്ന് അറിഞ്ഞാൽ മതി, അങ്ങേരെല്ലാവരും ശപിച്ചു കളയും. അത് ഞാൻ ചെയ്തോളാം. ശരി എന്നാ.